ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇഫ്താർ സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജ് ഷോർബയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ എന്നും തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഷോർബ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ബേ ലീഫ്, ഒരു 3 ഏലക്ക, അതുപോലെ ഒരു 2 കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു ഉണങ്ങിയ നാരങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 5 ആൾക്ക് കുടിക്കാൻ പറ്റിയ അത്രയും അളവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി. പുള്ളി ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇഞ്ചി ഇതിലേക്ക് ചേർക്കൂല കേട്ടോ. വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി നിങ്ങൾക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കുക, ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുതാക്കി അരിഞ്ഞ് ചേർത്താൽ മതി. ഇനി ഒരു ഉരുളക്കിഴങ്ങ്, അതുപോലെ ഒരു ക്യാരറ്റ് ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ടൊമാറ്റോ പേസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റൊക്കെ എപ്പോഴും വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ചേർക്കാൻ പറ്റും കേട്ടോ. ഇതിലേക്ക് നമുക്ക് എത്ര ഗ്ലാസ് വെള്ളമാണ് ആവശ്യമുള്ളത് ആ ഒരു അളവിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഈ ഒരു പച്ചക്കറി വേവിച്ചെടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നല്ല പോലെ വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വേവിച്ച് ചേർത്താലും മതി. അപ്പോൾ വെന്തതിന് ശേഷം ഞാൻ ഈ ഒരു നാരങ്ങ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കണം. ഓട്സ് ഒരു പാകത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാനിങ്ങനെ അളന്നിട്ടല്ല ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് സൂപ്പിൻ്റെ പാകത്തിൽ കുടിക്കാൻ പറ്റുന്നൊരു പാകത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓട്സ് ചേർക്കാനായിട്ട്. ഓട്സ് ചേർക്കുന്ന സമയത്ത് അത്രയൊന്നും കട്ടി ഉണ്ടാവില്ല, പക്ഷെ അത് വെന്ത് വരുന്ന സമയത്ത് നന്നായിട്ട് കുറുകി വരും. ഓട്സ് കുറച്ച് ചേർത്താൽ തന്നെ നല്ല പോലെ തന്നെ നമുക്ക് ആ ഒരു പാകത്തിന് കുറുകി കിട്ടും. അപ്പോൾ ഓട്സ് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ച് കൊടുക്കുക. വെന്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബേ ലീഫ്, അതുപോലെ നമ്മുടെ പട്ട, ഏലക്ക അതൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ കുടിക്കുന്ന സമയത്തൊക്കെ അടിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വെന്തതിന് ശേഷം എടുത്ത് മാറ്റിയാൽ മതി. ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീരകവും കുരുമുളകൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണ്. നമുക്ക് ഇഫ്താർ സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ എന്നൊക്കെ തരിക്കഞ്ഞിയൊക്കെ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില ചേർക്കണില്ല. സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്രീം അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഇതുപോലെ സെർവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.